അധ്യാപകൻ ഒരു സ്ഥിരം ചോദ്യം ചോദിച്ചു, നിങ്ങളൊക്കെ ഭാവിയിൽ ആരാകാനാണ് ആഗ്രഹിക്കുന്നത് എന്ന്. ഒരാൾ ഡോക്ടർ എന്ന് പറയും, അടുത്തയാൾ എഞ്ചിനീയർ എന്ന് പറയും. ഞാൻ പറഞ്ഞത് എനിക്കൊരു പത്രപ്രവർത്തകൻ, ജേർണലിസ്റ്റ് ആകണം എന്ന് പറഞ്ഞു. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ തനതായ നിലപാടിലൂടെ എഴുത്തിലും രാഷ്ട്രീയത്തിലും സാംസ്കാരിക രംഗത്തും വേറിട്ട സ്ഥാനം നേടിയ ആൾ. നിയമപണ്ഡിതനും മാധ്യമ വിദഗ്ധനുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിന്റെ അനുഭവ വിവരണമാണിത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷമുള്ള കാലം സർക്കാരിനെ അലോസരപ്പെടുത്താത്ത രീതിയിൽ ഇല്ലാത്ത സംഭവങ്ങളെ വാർത്തകളാക്കി റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു ഗതികേടിലായിരുന്നു ഞങ്ങൾ. അക്കാലത്താണ് ഒരു വിചിത്ര ജീവിയെ ആറ്റിങ്കലിനടുത്ത് നിന്ന് കണ്ടെത്തി എന്നൊരു വാർത്ത വരുന്നത്. ബാല്യകാലത്തെ രസമുള്ള സ്മരണകൾ. അമ്മച്ചി ഉപയോഗിച്ചിരുന്ന ഒരു ഹാർമോണിയം ഉണ്ടായിരുന്നു, ചെറിയ ഹാർമോണിയം. പക്ഷെ അമ്മച്ചി അങ്ങനെ ഹാർമോണിയം വായിക്കുന്നതൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഞങ്ങളെ ആരും ഹാർമോണിയം വായിക്കാൻ പഠിപ്പിച്ചിട്ടുമില്ല. ആ ഹാർമോണിയത്തിൽ ആദ്യമായി വിരൽ സ്പർശിച്ച വ്യക്തി ജെറി അമൽദേവാണ്. കലാ സാംസ്കാരിക രംഗങ്ങളിൽ എറണാകുളത്തിന്റെ ഇന്നലകൾ. ഈ ജോൺ ബോൾ, കിത്തോ, അങ്ങനെ കുറെ പേരുടെ ഒരു കൂട്ടായ്മ ഈ കവലയിൽ, MG റോഡ് കവലയിൽ എന്ന് പറയുന്നത് പോലെ തന്നെ കേരള ടൈംസ് ഓഫീസിലും രൂപപ്പെട്ടു. അന്ന് ഈ ജോൺ ബോളിന്റെ പ്രത്യേകത ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നത്, സൺഡേ സപ്ലിമെന്റിലേക്ക് ഒരു ലേഖനം വേണം എന്ന് വെള്ളിയാഴ്ച വൈകിട്ട് പറഞ്ഞാൽ ശനിയാഴ്ച നേരം വെളുക്കുമ്പോൾ ആ ലേഖനം ഓഫീസിലുണ്ടാവും. ജീവിത വഴിയിൽ കണ്ടുമുട്ടിയ വ്യക്തികൾ. ഇപ്പോൾ പറഞ്ഞാൽ പലർക്കും ഒരു വിശ്വാസം വരില്ല. പ്രേം നസീർ ഉൾപ്പെടെ ഞങ്ങളുടെയൊക്കെ ഓഫീസുകൾ വല്ലപ്പോഴുമൊക്കെ സന്ദർശിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രഖ്യാതമായ ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഞങ്ങളെയൊക്കെ എഴുത്തുകാരെ, പത്രക്കാരെയൊക്കെ കാണുമ്പോൾ അദ്ദേഹം പോക്കറ്റിൽ നിന്ന് പേന ഊരിയെടുത്ത് ഞങ്ങൾക്കൊക്കെ തരുമായിരുന്നു. മറക്കാനാവാത്ത അനുഭവങ്ങൾ. എനിക്കൊന്ന് സമൃദ്ധമായ തലമുടി ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് പെരുമാറിയപ്പോൾ ഏതാണ്ട് സത്യസായി ബാബയുടെ ഒരു അപ്പിയറൻസ് വന്നു. പിന്നെ ഭസ്മം, മണി, വിളക്ക് ഒക്കെ ആയിട്ട് ഭജന ആലപിച്ചുകൊണ്ട് ഞങ്ങൾ ജസ്റ്റിസ് ഏറാടി ഇരിക്കുന്ന വേദിയിലേക്ക് ചെന്നു. ഭസ്മം വിതറി. ജഡ്ജിയുടെ നേർക്കാണ്. മുൻ MP-യും മുൻ MLA-യും എഴുത്തുകാരനും അഭിഭാഷകനുമെല്ലാമായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ തന്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുന്നു. ഒരു സിനിമ വന്നപ്പോൾ, റോമൻസ് എന്ന സിനിമ വന്നപ്പോൾ, അതിൽ 2 പേർ കഥാപാത്രങ്ങൾ വ്യാജ വൈദികരായി ഒരു മലമ്പ്രദേശത്തെ പള്ളിയിൽ എത്തി അവരോട് പേര് ചോദിക്കുമ്പോൾ ഒരാൾ പറയുന്ന പേര് സെബാസ്റ്റ്യൻ എന്നും മറ്റേയാൾ പറയുന്ന പേര് പോൾ എന്നുമാണ്. അപ്പോൾ അത് കേട്ടുനിന്ന് ഒരു സംശയാലുവായ പാസ്റ്ററുടെ ചോദ്യം, അപ്പോൾ നിങ്ങൾ എറണാകുളത്തുകാരാണല്ലേ എന്നാണ്. എറണാകുളത്തുകാരല്ലേ എന്ന് ചോദ്യത്തിൻ്റെ അർത്ഥം 2 കള്ളന്മാരാണ് ഒരാൾ ചോദിക്കുന്നത് എന്നുകൂടിയുണ്ട്. ഏതായാലും അത് ആ സിനിമയിൽ ഒരു എൻജോയ് ചെയ്യാവുന്ന ഫലിതമായി മാറി. ഞാൻ എറണാകുളത്തുകാരനാണ്. പക്ഷേ ഞാൻ ജനിച്ചത് എറണാകുളത്തല്ല. ഞാൻ ജനിച്ച പ്രദേശം ഓണാട്ടുകര എന്ന പേരിൽ വളരെ വിഖ്യാതമായ ഒരു പ്രദേശമാണ്. അവിടെ മാവേലിക്കരയിൽ ആണ് ഞാൻ ജനിച്ചത്. അതിന് കാരണം എൻ്റെ അമ്മയുടെ വീട് അവിടെ ആയിരുന്നതുകൊണ്ടാണ്. മിക്കവാറും മൂത്ത കുട്ടിയുടെ പ്രസവം നടക്കുന്നത് അമ്മയുടെ വീട്ടിലായിരിക്കും. ഞാൻ ജനിക്കുന്നത് 80 കൊല്ലം മുമ്പാണ്. 80 കൊല്ലം മുമ്പ് അങ്ങനെ ആശുപത്രിയിൽ പോയി പ്രസവിക്കുക എന്ന രീതിയൊന്നുമില്ല. ഇന്നത്തെ ആശുപത്രിയിൽ കിട്ടുന്നതിനേക്കാൾ സൗകര്യം വൈദഗ്ധ്യത്തോടെ പ്രസവ കർമ്മം പൂർത്തീകരിക്കുന്നതിനുള്ള വൈദഗ്ധ്യം ഉള്ള സ്ത്രീകളൊക്കെ അന്ന് നാട്ടിൻപുറങ്ങളിലുണ്ടായിരുന്നു. ഞാൻ ജനിച്ചത് പ്രത്യേകതയുള്ളൊരു വർഷമാണ് 1947, സ്വാതന്ത്ര്യത്തിൻ്റെ വർഷം. ഞാൻ ജനിക്കുമ്പോൾ വാസ്തവത്തിൽ ഇവിടെ ബ്രിട്ടീഷ് ഭരണമായിരുന്നു. അങ്ങനെ ഒരു ബ്രിട്ടീഷ് രാജാവിൻ്റെ പ്രജയായി 106 ദിവസം ജീവിക്കുന്നതിനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടി. ഞാൻ ജനിച്ച ദിവസത്തിനും പ്രത്യേകതയുണ്ട്. അത് മെയ് 1 സാർവദേശീയ തൊഴിലാളി ദിനമാണ്. ജനിച്ച മുഹൂർത്തവുമൊക്കെ വളരെ നന്നായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. നാളാണെങ്കിലോ പൂരം ആണ്. പൂരം പിറന്ന പുരുഷൻ എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ഒത്തുവന്നാൽ പിന്നെ ഒന്നും നോക്കാനില്ല എന്നൊക്കെയാണ് പലരും പറഞ്ഞിരുന്നത്. പക്ഷെ എനിക്ക് പലതും നോക്കേണ്ടി വന്നിട്ടുണ്ട്. എപ്പോഴും മുന്നോട്ട് തന്നെ ആയിരുന്നില്ല യാത്ര. ചിലപ്പോഴൊക്കെ പിന്നോട്ടും സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട്, തിരുത്തേണ്ടി വന്നിട്ടുണ്ട്.
ഇതെല്ലാം ചേരുമ്പോഴാണല്ലോ ഒരാളുടെ ജീവിതം അല്ലെങ്കിൽ ജീവിത കഥ പൂർണ്ണമാകുന്നത്. മറ്റൊരു സവിശേഷതയുള്ളത്, അന്ന് എൻ്റെ മാതാപിതാക്കൾ വിവാഹിതരാകുമ്പോൾ അതൊരു അന്താരാഷ്ട്ര വിവാഹമായിരുന്നു. 2 രാജ്യങ്ങൾ തമ്മിൽ അവർ ജീവിച്ചിരുന്നത്, 2 രാജ്യങ്ങളായിട്ട്. അമ്മ തിരുവിതാംകൂറിലും എൻ്റെ പിതാവ് കൊച്ചിയിലും ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു സമ്മിശ്ര സമ്മേളനം എൻ്റെ ജീവിതത്തിലും സ്വഭാവ രൂപവൽക്കരണത്തിലും സംസാര രീതിയിലും സംസാരത്തിലും ഭാഷയിലും എല്ലാം ഉണ്ടായിട്ടുണ്ടത് സ്വാഭാവികവുമാണത്. പിന്നീട് ഐക്യ കേരളം ഉണ്ടായി. ആ ഐക്യ കേരളം ഉണ്ടാകുന്ന ആ ഘട്ടത്തിലൊക്കെ എനിക്ക് സജീവമായ ഓർമ്മകൾ എനിക്കുണ്ട്. അതിൻ്റെയൊക്കെ രൂപീകരണവും അന്നത്തെ പല പ്രത്യേകതകളും ആഘോഷങ്ങളും ഒക്കെ. ഞാനൊരു ജനിച്ച ഒരു 3-3.5 കൊല്ലം ജീവിച്ചിരുന്നത് ഈ മാവേലിക്കരയിലാണ്. അതിനുശേഷമാണ് എറണാകുളത്തേക്ക് വരുന്നത്. അന്ന് മാവേലിക്കരയിൽ നിന്ന് എറണാകുളത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ വളരെ ദീർഘമായ യാത്രയാണ്, സമയമെടുക്കുന്ന യാത്രയാണ്. അങ്ങനെയായിരുന്നു അന്നത്തെ കാര്യങ്ങളൊക്കെ. ഞങ്ങൾ കായംകുളത്ത് നിന്ന് എറണാകുളത്തേക്ക് ഒരു കെട്ടുവഞ്ചിയിൽ, വലിയ വഞ്ചി, അതിലായിരുന്നു അന്ന് വന്നത്. എനിക്ക് എൻ്റെ വലിയമ്മച്ചി ഒരു ഗിഫ്റ്റ് ആയി തന്നത് എനിക്ക് വളരെ ഇഷ്ടമുണ്ടായിരുന്ന ഒരു പശുക്കുട്ടിയായിരുന്നു. അതും വള്ളത്തിലുണ്ട്. ആ പശുക്കുട്ടിയുമായിട്ടാണ് ഞാൻ എറണാകുളത്ത് വന്നിറങ്ങുന്നത്. എറണാകുളത്ത് വന്നിറങ്ങുമ്പോൾ വലിയ ആഘോഷങ്ങളുണ്ടായിരുന്നു. വലിയ കൊടിയും തോരണങ്ങളും ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. ഞാൻ കൊച്ചുകുട്ടിയാണ്. എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ എൻ്റെ അപ്പച്ചൻ പറഞ്ഞു തന്നത് അന്ന് റിപ്പബ്ലിക് ദിനമാണ്, ഇന്ത്യ റിപ്പബ്ലിക് ആയിരിക്കുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെ വലിയ പ്രത്യേകതകളൊക്കെ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് എനിക്ക് ഓർത്തെടുക്കാൻ കഴിയും. ഞങ്ങളന്ന് വന്നു ഇറങ്ങിയത് ഈ ചന്തക്കുളം എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്, എറണാകുളത്ത്. ദീർഘമായി എത്ര രാത്രി യാത്ര ചെയ്യേണ്ടി വന്നു എനിക്കിപ്പോൾ ഓർമ്മയില്ല. ആ വള്ളക്കാർ ഇടയ്ക്ക് വള്ളം കരക്കടുപ്പിച്ച് ഉണ്ടാക്കുന്ന ചോറും മീൻകറിയും. വള്ളക്കാരുടെ മീൻകറി വളരെ പ്രസിദ്ധമാണ്. അതിൻ്റെ എരിവും പുളിയും ആ കോമ്പിനേഷൻ സാധാരണ നമുക്ക് വീടുകളിൽ കിട്ടുന്ന ഒന്നല്ല. അതുകൊണ്ട് ആ മീൻകറി കൂട്ടി ചോറ് ഭക്ഷണം കഴിച്ചതിൻ്റെയൊക്കെ ഓർമ്മകൾ അതിപ്പോഴും നാവിൻ തുമ്പത്ത് ഓർക്കുമ്പോൾ ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ അത്രയും ഒരു എൻജോയ് ചെയ്ത ഒരു യാത്ര വേറെ നടത്തിയിട്ടില്ല. വേമ്പനാട്ട് കായലിലൂടെ ആ കായലിൻ്റെ സൗന്ദര്യം നുകർന്നുകൊണ്ട്, പ്രതിഫലിക്കുന്ന ചന്ദ്രനെ കണ്ടുകൊണ്ട്, അങ്ങനെ എറണാകുളത്തെ ഈ ചന്തക്കുളത്തിൽ വന്നിറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ, ചന്തക്കുളമായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട കേന്ദ്രം, വ്യാപാര കേന്ദ്രം എറണാകുളത്ത്. അവിടേക്കാണ് ഈ പട്ടണത്തിലെ മുഴുവൻ വെള്ളവും ഒഴുകിയെത്തിയിരുന്നത്, ആ ചന്തക്കുളത്തിലേക്കാണ്. എറണാകുളത്തേക്ക് വന്നിരുന്ന മുഴുവൻ വള്ളങ്ങളും അടുത്തിരുന്നതും ഈ ചന്തക്കുളത്തിലാണ്. എൻ്റെ കുട്ടിക്കാലത്തെ എറണാകുളം എന്ന് പറയുമ്പോൾ അതൊരു ഗ്രാമം ആയിരുന്നു. ഞാനൊരു ഗ്രാമവാസി അല്ലെങ്കിലും ഞാൻ അന്ന് ജീവിതം ആരംഭിച്ചത് എറണാകുളത്ത് അതൊരു ഗ്രാമത്തിൻ്റെ അവസ്ഥയിലായിരുന്നു. ഇന്നിപ്പോൾ കൊച്ചിയിൽ കാണുന്ന ഇൻ്റർനാഷണൽ സ്റ്റേഡിയം, കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം, അവിടെ അത് മുഴുവൻ പാടം ആയിരുന്നു, നെല്ല് വിളയുന്ന പാടം. ആ പാടങ്ങളുടെ മധ്യത്തിലൂടെ വരമ്പിലൂടെയൊക്കെ യാത്ര ചെയ്തിരുന്നത്, അതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു കുളിർമ. ആ കാലമൊക്കെ പോയി നമ്മളെല്ലാം നികത്തി, വയൽ പോയി, കൃഷി പോയി, എല്ലാം മരങ്ങൾ പോയി, എല്ലാം നമ്മൾ നികത്തി കൃത്രിമമായ ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ചു. അതിൻ്റേതായ ദോഷഫലങ്ങളുണ്ട്. നമ്മൾ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് എന്ന് ചോദിച്ചാൽ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇന്ന് എറണാകുളത്ത് കാണുന്ന ബാനർജി റോഡ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരവീഥിയാണ്. അക്കാലത്ത് അതും തോടായിരുന്നു. അതിലൂടെ ഈ വഞ്ചികളും വള്ളങ്ങളും ഒക്കെ ഇന്നിപ്പോൾ ആ നഗരകേന്ദ്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന ആ MG റോഡ് ജംഗ്ഷൻ വരെ, അന്ന് MG റോഡ് ഇല്ല, നല്ല അവിടെ വരെ വരുമായിരുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം വെനീസ് കണ്ടപ്പോൾ ഞാനിതൊക്കെ ഓർത്തു. ശരിക്ക് അന്നത്തെ എറണാകുളത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ നാമകരണവും വിശേഷണവും നടത്തുന്നതെങ്കിൽ കിഴക്കിൻ്റെ വെനീസ് എന്ന വിശേഷണം ആലപ്പുഴയ്ക്കായിരുന്നില്ല നൽകേണ്ടിയിരുന്നത്, അത് എറണാകുളത്തിനായിരുന്നു, അന്നത്തെ എറണാകുളത്തിന്. ഇന്നിപ്പോൾ കാര്യങ്ങളൊക്കെ മാറി. കാര്യങ്ങൾ മാറിയപ്പോൾ നഗരത്തിൻ്റെ വളർച്ച വളരെ ദ്രുതഗതിയിലായിരുന്നു.
ആരും ഒന്നും ആലോചിക്കാതെയും ആസൂത്രണം ചെയ്യാതെയും നഗരം വളരുകയായിരുന്നു. അന്നത്തെ എറണാകുളത്തിൻ്റെ പ്രത്യേകതയായിരുന്നു പാരപ്പറ്റ് എന്നറിയപ്പെടുന്ന ഒരു കൽഭിത്തി കായലിനോട് ചേർന്ന്. നഗരം മുഴുവൻ അന്ന് ആ പാരപ്പറ്റിൽ കേന്ദ്രീകരിക്കുമായിരുന്നു. കടലകുറിച്ചും പരദൂഷണം പറഞ്ഞും മറ്റ് പൊതുചർച്ചകളിൽ ഏർപ്പെട്ടും എല്ലാവരും വൈകിട്ട് കാണാനൊരു സ്ഥലം നിശ്ചയിക്കുന്നത് പാരപ്പറ്റിൽ കാണാം എന്നായിരുന്നു. പാരപ്പറ്റിന് വലിയ ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. എൻ്റെ പിതൃ സഹോദരിയുടെ പുത്രനാണ് ജെറി അമൽദേവ്. ജെറി അമൽദേവും ഞാനും ഒക്കെ ഒരുമിച്ച് ഒരു വീട്ടിലാണ്, ഒരു കുടുംബത്തിലാണ് താമസിച്ചിരുന്നത്. ഇവിടെ ഈ കുട്ടിക്കാലത്ത് ജെറിയുടെ അങ്കിൾ മരിച്ചുപോയി, ഫ്രാൻസിസ്. അദ്ദേഹം വൈകിട്ട് കൈപിടിച്ച് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ 9-10 വയസ്സേ ഉള്ളൂ അന്ന് ജെറിക്ക്. ഈ പാരപ്പറ്റിൽ മേനക തിയേറ്ററിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിരുത്തും. മേനക തിയേറ്ററിൻ്റെ പ്രത്യേകത അവിടെ പ്രദർശിപ്പിക്കുന്ന സിനിമയുടെ പാട്ടുകളല്ല, മറിച്ച് അക്കാലത്തെ പുതിയ ഹിന്ദി പാട്ടുകളാണ് ഉച്ചഭാഷണിയിലൂടെ പുറത്തേക്ക് കേൾപ്പിച്ചിരുന്നത്. ജെറിയുടെ പ്രത്യേകത ഈ പാട്ടുകൾ കേട്ടാൽ 1-2 പ്രാവശ്യം കേൾക്കുമ്പോൾ അത് ഹൃദയസ്ഥമാകും. രാത്രി വീട്ടിലെത്തി താമസിച്ചു വന്നതിന് ശകാരിക്കുന്ന അമ്മൂമ്മയെ പ്രീതിപ്പെടുത്തുന്നതിന് മേനകയിലെ പാരപ്പറ്റിലിരുന്ന് പാടിക്കേട്ട് പഠിച്ച പാട്ടുകൾ അമ്മൂമ്മയെ പാടി കേൾപ്പിക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ പലതുകൊണ്ടും അന്നത്തെ എറണാകുളത്തിൻ്റെ നഗരജീവിതവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒഴിവാക്കാനാവാത്ത ഒന്നായിരുന്നു ആ പാരപ്പറ്റ്. ആ പാരപ്പറ്റ് ഇന്ന് ആർക്കെങ്കിലും കാണണം എന്ന് തോന്നിയാൽ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയിൽ സത്യൻ പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു രംഗമുണ്ട്. അതാണ് പാരപ്പറ്റ്. ആ പാരപ്പറ്റ് ഇന്നില്ല. ആ റോഡിന് വീതി കൂട്ടി, മറൈൻ ഡ്രൈവ് ഉണ്ടായി, കായൽ നികത്തി മറൈൻ ഡ്രൈവ് ഉണ്ടാക്കി. ആ മറൈൻ ഡ്രൈവിന് ഒരു രൂപരേഖ തയ്യാറാക്കാൻ, വികസനത്തിൻ്റെ രൂപരേഖ തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അന്ന് ഇന്ത്യയിലെ അറിയപ്പെടുന്ന ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ നഗര ആസൂത്രണ വിദഗ്ധൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ചാൾസ് കൊറിയ അദ്ദേഹം നൽകിയ പദ്ധതി അവിടെ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതായിരുന്നു. ഒന്നും ചെയ്യാതിരിക്കുക എന്ന നിർദ്ദേശം ആർക്കും സ്വീകാര്യമാവില്ല എന്ന് നമുക്കറിയാം. കാരണം എപ്പോഴും എന്തെങ്കിലും സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതുമായി ബന്ധപ്പെട്ടവർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഈ ചാൾസ് കൊറിയ അന്ന് മറൈൻ ഡ്രൈവ് അങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞത്? അത് നഗരത്തിൻ്റെ അഴക് ആയതുകൊണ്ടാണ്. നമുക്കിപ്പോൾ കൊച്ചി നഗരവാസികൾക്ക് ഈ അസ്തമന സൂര്യൻ്റെ ഭംഗിയും ആ സായാഹ്ന മാരുതൻ്റെ ആസ്വാദ്യതയും ഒന്നും എല്ലാം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. നഗരം വളരുമ്പോൾ കുറേയൊക്കെ കാര്യങ്ങൾ അങ്ങനെ ആയിരിക്കാം, നമുക്ക് ഒന്നും തീർത്ത് പറയാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഒരു 3-3.5 വർഷം ഒരു ശരിയായ ഗ്രാമത്തിൽ ജീവിക്കുകയും അവിടെ നിന്ന് വ്യത്യസ്തമായ ഒരു നാഗരികതയും സംസ്കാരവുമൊക്കെയുള്ള ഒരു പട്ടണത്തിലേക്ക് വരികയും പിന്നീട് ആ പട്ടണത്തിൻ്റെ ഭാഗമായി തീരുകയും ഒക്കെ ചെയ്ത ആളാണ് ഞാൻ. റഷ്യ, ഖത്തർ, ഭൂട്ടാൻ, നേപ്പാൾ, ഈസ്റ്റ് ടിമോർ. സഞ്ചാരം പെൻ ഡ്രൈവ് വോളിയം നമ്പർ 23. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. എറണാകുളത്തെ മാർക്കറ്റുമായി ചന്തക്കുളവുമായി ഒക്കെ നല്ല ബന്ധമുള്ള ഒരു കുടുംബമായിരുന്നു എൻ്റേത്. എൻ്റെ പിതാമഹൻ, ഗ്രാൻഡ് ഫാദർ, അദ്ദേഹം ഈ മാർക്കറ്റിലെ ഉണക്ക മത്സ്യമൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സിൽ ഏർപ്പെട്ടിരുന്ന ആളാണ്. അവിടെ താമസിച്ചിരുന്ന വീട് ഒരു 2 നില കെട്ടിടം ആ മാർക്കറ്റിൻ്റെ പ്രവേശന ഭാഗത്ത് അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. പുതിയ മാർക്കറ്റ് വന്നപ്പോഴാണ് അതൊക്കെ നീക്കം ചെയ്യേണ്ടി വന്നത്. അപ്പം അങ്ങനെ ആ മാർക്കറ്റുമായി ഒക്കെയുള്ള ആ നല്ല ബന്ധങ്ങൾ അത് ഒട്ടേറെ കഥാപാത്രങ്ങളെയൊക്കെ ഇപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കാൻ നമ്മൾ സഹായിക്കുന്നുണ്ട്. അവൾ എൻ്റെ കുടുംബം അക്കാലത്ത്
ആ പ്രദേശത്തൊക്കെ മാറി മാറി താമസിച്ചിട്ടുണ്ട്. ആ താമസിച്ചിരുന്ന സ്ഥലങ്ങളൊക്കെ ഇപ്പോഴും കൈവശമുണ്ടായിരുന്നെങ്കിൽ വളരെ ഒരു നഗരത്തിലെ ഒരു സമ്പന്നരുടെ കൂട്ടത്തിൽപ്പെടുത്താൻ കഴിയുമായിരുന്നു. ഇപ്പോൾ എറണാകുളത്ത് എല്ലാവർക്കും പരിചയമുള്ള ഹൈക്കോടതിക്കടുത്തുള്ള വഞ്ചി സ്ക്വയർ എന്നറിയപ്പെടുന്ന മൈതാനം, അവിടെയൊക്കെ എൻ്റെ പിതാവും പിതാവിൻ്റെ കുടുംബവും ഒക്കെ ചില കാലങ്ങളിൽ അവിടെ താമസിച്ചിട്ടൊക്കെ ഉണ്ട്. അന്നത്തെ പല കഥകളും ഇവരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുമുണ്ട്. രണ്ടാം ലോകമഹായുദ്ധം നടക്കുമ്പോൾ തൊട്ടപ്പുറത്തെ കായലിനപ്പുറത്ത് നാവികത്താവളം ഉള്ളതുകൊണ്ട് ഏത് സമയത്തും ഒരു ബോംബാക്രമണം സംഭവിച്ചേക്കാം എന്ന ഭീതിയിലാണ് എല്ലാവരും കഴിഞ്ഞിരുന്നത്. ആ ഭീതിയുടെ ആധിക്യത്തിൽ അന്ന് ഞങ്ങളുടെ ഇടവകപ്പള്ളിയുടെ മണിഗോപുരത്തിൻ്റെ ഒരു ഭാഗം ഒരു വിമാനമിടിച്ച് തകർന്നു വീണു എന്നൊക്കെയുള്ള കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. ശരിയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ആ ഭീതിയുടെ അന്തരീക്ഷത്തിൽ ആ പ്രദേശത്ത് നിന്ന് വിട്ട് ഞങ്ങളുടെ കുടുംബം, അന്ന് ഞാൻ ജനിച്ചിട്ടില്ല, കലൂർ ഭാഗത്തേക്ക് മാറി, സുരക്ഷിതമായി കലൂർ ഭാഗത്തേക്ക് മാറി. കലൂർ എന്ന് പറഞ്ഞാൽ അന്ന് ഗ്രാമത്തിൽ പെടുത്താൻ പോലും കഴിയുമോ എന്ന് എനിക്ക് അറിയില്ല. അതുപോലെയുള്ള ഒരു പ്രദേശമായിരുന്നു. ഗ്രാമീണ അന്തരീക്ഷത്തിൻ്റെ സമ്പൂർണ്ണത അവിടെ കാണാൻ കഴിയുമായിരുന്നു. പിന്നീടാണ് എറണാകുളത്തേക്ക് തന്നെ ഞങ്ങൾ തിരിച്ചു വന്നു. ഇപ്പോൾ നമ്മൾ MG റോഡ് ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്ഥലം വാങ്ങി അവിടെ താമസമാക്കി. അന്ന് MG റോഡ് എന്ന് പേരില്ല, റോഡുമില്ല, പേരുമില്ല. പിന്നീടാണ് 70 ഫീറ്റ്, അതായിരുന്നു ആദ്യത്തെ പേര്, 70 ഫീറ്റ് റോഡ്, 70 അടി വീതിയുള്ള റോഡ് ആണ്. വലിയ ആശങ്കയോടെയാണ് അന്ന് ആളുകൾ ഈ 70 അടി റോഡിനെ കണ്ടിരുന്നത്. നമ്മളിപ്പോൾ ഈ കേരളയിലും ദേശീയപാത വികസനവുമൊക്കെ വരുമ്പോൾ ഉന്നയിക്കപ്പെടുന്നത് പോലെയുള്ള ആശങ്കകൾ അന്നും ഉണ്ടായിരുന്നു. 70 അടി വീതിയുള്ള റോഡ് എങ്ങനെ ക്രോസ് ചെയ്യും, സുരക്ഷിതമായി ക്രോസ് ചെയ്യും എന്നുള്ളതായിരുന്നു നാട്ടുകാരുടെ ഒരു പ്രധാനപ്പെട്ട ആശങ്ക. വല്ലപ്പോഴും ഒരിക്കലേ അതിലൊരു വാഹനം പോലും വരികയുള്ളൂ. അങ്ങനെയുള്ള ഒരു കാലത്താണ് 70 അടി വീതിയിലൊരു റോഡ് അത് ആവശ്യമുണ്ടോ, അപകടകരമല്ലേ എന്ന ചിന്തയൊക്കെ ഉണ്ടായത്. ഏതായാലും ആ 70 ഫീറ്റ്, ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ ആ 70 ഫീറ്റ് റോഡെന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആ റോഡാണ് പിന്നീട് മഹാത്മാഗാന്ധി റോഡായി. പിന്നെ നമ്മൾ മഹാത്മാഗാന്ധിയെ വിസ്മരിച്ചുകൊണ്ട് MG റോഡായി അത് മാറി. നമ്മൾ ഈ MG റോഡും ബാനർജി റോഡും സംഗമിക്കുന്ന ജംഗ്ഷനിൽ, എന്ന് വെച്ചാൽ നഗരത്തിൻ്റെ ഒരു ഹൃദയഭാഗം എന്ന് പറയാം, അവിടെയാണ് ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ജീവിച്ചതും വളർന്നതും എല്ലാം. ഇന്നും അവിടുത്തെ ആ ഭാഗത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ഞങ്ങളുടെ വീടിന് അടുത്ത് ഒരു കോളനി എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് അത് ഒരു ദളിത് അങ്ങനെ പിന്നോക്ക ജാതി കോളനിയൊന്നുമല്ല. കുറേ പാവങ്ങൾ താമസിച്ചിരുന്ന ഒരു പ്രദേശം. ആറുകണ്ടം എന്നാണ് അതിൻ്റെ പേര്. ഈ ആറുകണ്ടം എന്ന് പറഞ്ഞാൽ അന്ന് ഇന്നത്തെ MG റോഡ് ഇരിക്കുന്ന ഭാഗമൊക്കെ അന്ന് നെൽവയൽ ആയിരുന്ന കാലത്ത് അതാണ് ഈ കണ്ടം വന്നത്. അന്ന് ആണ് ആറുകണ്ടം എന്ന കോളനി നാമകരണം ചെയ്യപ്പെട്ടത്. അവിടെ പലതരത്തിലുള്ള വ്യത്യസ്തരായ ആളുകൾ, പലരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. പക്ഷെ അവരുടെയൊക്കെ സ്വഭാവത്തിന് അനുസൃതമായി നാട്ടുകാർ നൽകിയിരുന്ന ചില പേരുകൾ, വിളിപ്പേരുകൾ. ഒരാളുടെ പേര് ഗുർണോ എന്നാണ്. ഗുർണോ എന്നയാളെ വിളിക്കാൻ കാരണം അന്ന് ഗുർണോ കേരളത്തിലെ ഒരു അറിയപ്പെടുന്ന പ്രസിദ്ധനായ പോലീസ് നായയായിരുന്നു. കുറ്റാന്വേഷണ രംഗത്ത് വളരെ വാർത്തകളിൽ വന്നുകൊണ്ടിരുന്ന ഒരു നായയാണ് ഗുർണോ. ഞങ്ങളുടെ ഗുർണോയും കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നതിൽ വളരെ വിദഗ്ധനായിരുന്നു. അപ്പോൾ ഗുർണോയുണ്ട്. വേറൊരാൾ കാപ്പിരി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. വേറൊരാൾ ചമ്പ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ഈ ചമ്പ എന്ന് വിളിക്കുന്ന അയാൾ മാർക്കറ്റിൽ, മത്സ്യ മാർക്കറ്റിലാണ് അയാളുടെ ജോലിയെങ്കിലും അത് കഴിയുമ്പോൾ അയാളൊരു നാടക നടനായി മാറും. ശിവാജി ഗണേശനെ അനുകരിച്ചുകൊണ്ടുള്ള അയാളുടെ നടപ്പൊക്കെ അഭിനയം ഒക്കെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് ഈ ആറുകണ്ടം, അവിടെ നിന്ന് പടിഞ്ഞാറോട്ട് നടന്നാൽ ഞങ്ങളുടെ ഇടവകപ്പള്ളി ഇരിക്കുന്ന ഭാഗത്ത് അവിടെയുമുണ്ട് ഉണ്ടായിരുന്നൊരു കോളനി.
അതിപ്പോൾ പള്ളിപ്പറമ്പ് എന്നാണ് അറിയപ്പെടുന്നത്. ആ പള്ളിപ്പറമ്പിൻ്റെ സവിശേഷത കേരളത്തിൻ്റെ കലാരംഗത്ത് സുപരിചിതനായ കുയിലൻ താമസിച്ചിരുന്നത് അവിടെയാണ്. കുയിലനും കടലിൽ പോകുന്ന തൊഴിലാളിയായിരുന്നു. പക്ഷേ കുയിലൻ്റെ കളിത്തട്ട്, അദ്ദേഹം എഴുതുന്ന നാടകങ്ങൾ, അദ്ദേഹം അവതരിപ്പിക്കുന്നത് അലക്സാണ്ടറെയും റോമൻ ചക്രവർത്തിമാരെയും സ്പാർട്ടക്കസ് തുടങ്ങിയ കഥാപാത്രങ്ങളെയും ഒക്കെയാണ്. ഒടുവിൽ കുയിലൻ വേദിയിൽ വെച്ച് തന്നെ മരണമടഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ ജീവിതകഥയെ അടിസ്ഥാനമാക്കി ഒരു ഭരതൻ്റെ ഒരു സിനിമ പോലും വന്നിട്ടുണ്ട്, ചമയം എന്ന പേരിൽ. അപ്പോൾ എൻ്റെ ഭാര്യയൊക്കെ എപ്പോഴും പറയുക, ഭാര്യയൊക്കെ അവിടെ വിവാഹത്തിന് ശേഷം അവിടെ താമസിക്കാൻ വന്നവരാണല്ലോ. ഈ ആറുകണ്ടം മുതൽ പള്ളിപ്പറമ്പ് വരെയുള്ള ആ പ്രദേശത്തെക്കുറിച്ച് ഒരു കഥ എഴുതിയാൽ അത് എസ് കെ പൊറ്റക്കാട്ടിൻ്റെ തെരുവിൻ്റെ കഥയോ അല്ലെങ്കിൽ ദേശത്തിൻ്റെ കഥയോ ഒക്കെ വായിക്കുന്നതിനേക്കാൾ വായനാസുഖം നൽകുന്ന ഒന്നായിരിക്കും എന്ന് പറയാറുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അവിടെ അങ്ങനെ ഒരു എഴുത്തുകാരൻ ഉണ്ടായിട്ടില്ല, സാഹിത്യകാരൻ ഉണ്ടായിട്ടില്ല. എഴുതുന്ന പലരും ഉണ്ടായിരുന്നു, അവരൊന്നും കഥ എഴുതുന്നവരുമായിരുന്നില്ല. പക്ഷെ ആ പ്രദേശത്തിന് അതിൻ്റെതായ പ്രത്യേകതയുണ്ടായിരുന്നു. ഞാൻ ഈ MG റോഡ് ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ പലരുടെയും ഭാവി രൂപപ്പെടുത്തപ്പെട്ട ഒരു കവലയാണത്. പലരുടെയും എന്ന് പറയുമ്പോൾ പ്രസിദ്ധരായ ജോൺ ബോൾ, കല്ലൂർ ഡെന്നീസ്, ആർട്ടിസ്റ്റ് കിത്തോ, അങ്ങനെ പലരുടെയും പേരുകൾ എടുത്തു പറയാനുണ്ട്. എൻ്റെ പേരും ആ കൂട്ടത്തിൽ പറയാവുന്നതാണ്. ഞങ്ങളുടെ സുഹൃത്തായിരുന്നു ഈ ആർട്ടിസ്റ്റ് കിത്തോ. കിത്തോ എന്ന് പറയുമ്പോൾ ഫിലിം പരസ്യങ്ങളും പോസ്റ്ററുകളും അത്യാകർഷകമായ രീതിയിൽ ചെയ്തിരുന്ന ഒരു കലാകാരനായിരുന്നു ആർട്ടിസ്റ്റ് കിത്തോ. ആർട്ടിസ്റ്റ് കിത്തോയ്ക്ക് ആ ജംഗ്ഷനിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ചെറിയ സ്റ്റുഡിയോ. അവിടെ ഞങ്ങളൊക്കെ സമ്മേളിക്കുമായിരുന്നു. അങ്ങനെ സമ്മേളിച്ചിരിക്കുമ്പോഴാണ് ഒരു ഫിലിം വാരിക തുടങ്ങാം എന്നുള്ളൊരു തീരുമാനത്തിൽ ഞങ്ങളെത്തിയത്. അങ്ങനെ കിത്തോ അതിൻ്റെ ഒരു ഉടമസ്ഥൻ എന്ന നിലയ്ക്ക് പണം മുടക്കുന്ന കിത്തോയാണ്. ചിത്ര പൗർണമി എന്നൊരു വാരിക ഞങ്ങൾ തുടങ്ങി, സിനിമാ വാരികയാണ്. ചിത്ര പൗർണമി എന്ന പേര് അതിനു മുൻപ് ആ പ്രസിദ്ധീകരണം ഇറക്കിയിരുന്ന രാമചന്ദ്രന് പറഞ്ഞു കൊടുത്തത് P. ഭാസ്കരൻ ആയിരുന്നു. അങ്ങനെ ഒരു പേര് വരാൻ കാരണം ചിത്ര പൗർണമി എന്നുള്ളത്. അവിടെ ഞങ്ങളൊക്കെ സമ്മേളിക്കും. ഞാനായിരുന്നു ചിത്ര പൗർണമിയുടെ ചീഫ് എഡിറ്റർ. കാരണം ജോൺ ബോളിനും കല്ലൂർ ഡെന്നീസിനും ഒക്കെ അന്ന് മറ്റ് ജോലികൾ ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് സിനിമാ വാരികകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇന്ന് TV-യിലോ അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങളിലോ ഒക്കെ കാണുന്നത് പോലെ സിനിമാ സംബന്ധിയായ കാര്യങ്ങൾക്ക് വേണ്ടി ആശ്രയിക്കാവുന്ന പ്രസിദ്ധീകരണങ്ങളില്ല. അതിന് ഞങ്ങൾ പോലെയുള്ളവർ ഇറക്കുന്ന സിനിമാ വാരികകൾ വേണം. എറണാകുളത്ത് ചിത്രപൗർണമിക്ക് പുറമെ വാസുപിള്ളയുടെ ഫിലിം നാദം, ഒട്ടേറെ പ്രസിദ്ധീകരണങ്ങളുടെ പേരുകൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അപ്പം അങ്ങനെ സിനിമാക്കാരുടെ കൂടി ആ വഴി കടന്നു പോകുന്ന ചലച്ചിത്ര പ്രവർത്തകരുടെ, സംവിധായകരുടെ ഒക്കെ അവർ കൂടിയൊക്കെ ഒന്ന് അതിൽ ഞങ്ങളുടെ ഓഫീസൊക്കെ വഴി കടന്നു പോകുമായിരുന്നു. ഇപ്പോൾ പറഞ്ഞാൽ പലർക്കും ഒരു വിശ്വാസം വരില്ല. പ്രേം നസീർ ഉൾപ്പെടെ ഞങ്ങളുടെയൊക്കെ ഓഫീസുകൾ വല്ലപ്പോഴുമൊക്കെ സന്ദർശിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രഖ്യാതമായ ഒരു ഗിഫ്റ്റുണ്ട്. ഞങ്ങളെയൊക്കെ എഴുത്തുകാരെ, പത്രക്കാരെയൊക്കെ കാണുമ്പോൾ അദ്ദേഹം പോക്കറ്റിൽ നിന്ന് പേന ഊരിയെടുത്ത്, അദ്ദേഹം സിംഗപ്പൂരിൽ നിന്ന് വാങ്ങിയതാണെന്നൊക്കെ പറയും, ഞങ്ങൾക്കൊക്കെ തരുമായിരുന്നു. അങ്ങനെ ഒരു കാലം. ആ കാലത്താണ് കേരള ഒട്ടുക്ക് അറിയപ്പെടുന്ന ഒരു ഹോട്ടൽ ആ ജംഗ്ഷനിലുണ്ടായിരുന്നു. മദ്രാസ് കഫേ എന്നാണ് പേര്. അപ്പോൾ മദ്രാസ് കഫേയിൽ IV ശശി പാറപ്പുറത്തിൻ്റെ ഒരു കഥ സിനിമയാക്കുന്നതിന് വേണ്ടിയുള്ള ആലോചനയിൽ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊരു പൊതു സുഹൃത്ത് പറഞ്ഞു പരിചയപ്പെടുത്തി കൊടുക്കാം എന്ന് പറഞ്ഞാൽ ജോൺ ബോളിനെയും കല്ലൂർ ഡെന്നീസിനെയും കൂട്ടിക്കൊണ്ടുപോയി. അന്ന് പാറപ്പുറത്ത് അവിടെ ഇല്ല. പക്ഷെ IV ശശി ആ സ്ക്രിപ്റ്റിൽ ചില മാറ്റങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് എന്ന് പറഞ്ഞു. ആ മാറ്റങ്ങൾ വരുത്തി കൊടുക്കുന്നതിനുള്ള ദൗത്യം ജോൺ ബോളും ഡെന്നീസും ചേർന്ന് ഏറ്റെടുക്കുകയും ചെയ്തു.
അവരുടെ വളരെ സാർത്ഥകമായ സഫലമായ നീണ്ട വർഷങ്ങൾ നീണ്ടുനിന്ന ചലച്ചിത്ര സബരിയുടെ തുടക്കം വാസ്തവത്തിൽ അങ്ങനെയായിരുന്നു. ഞങ്ങളും ആ ഭാഗത്തൊക്കെ എപ്പോഴും ഉണ്ടാകുമായിരുന്നു. ഒരു സിനിമാ കേന്ദ്രമായി ആ ജംഗ്ഷൻ വളർന്നു വരികയായിരുന്നു. ജോൺ പോളിന് കാനറ ബാങ്കിൽ ഉദ്യോഗം കിട്ടുന്നു, ഉദ്യോഗസ്ഥനാവുന്നു. തമാശനായിട്ട് ആണെങ്കിൽ പോലും അന്ന് സന്ധ്യയ്ക്ക് ഞങ്ങളവിടെ ഇങ്ങനെ ചായ കുടിച്ചിരിക്കുമ്പോൾ ജോൺ പോൾ കണക്ക് കൂട്ടി പറഞ്ഞത്, ഇത്ര കൊല്ലത്തെ സർവീസ് ഉണ്ട്, ആ കൊല്ലം സർവീസ് പൂർത്തിയാക്കുമ്പോൾ എനിക്ക് ഇത്ര രൂപ കിട്ടും. അതായത് കൃത്യമായി കണക്ക് കൂട്ടി ഞങ്ങളെ അന്ന് ബോധ്യപ്പെടുത്തുകയും ഞങ്ങളൊക്കെ വളരെ അത്ഭുതത്തോടെ അത് കേട്ടിരിക്കുകയും ചെയ്തവരാണ്. പക്ഷേ ജോൺ പോളിന് കാലാവധി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല.